ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, വീണ്ടും ഒരു ക്രിസ്തു പിറവി സംജാതമാകുകയാണ്. അപരിമിതനായ ദൈവം പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന ചെറുതാകളുടെ സുവിശേഷമാണ് ക്രിസ്തു പിറവി. പിതാവാം ദൈവത്തുള്ള സമത്വം മുറുകെ പിടിക്കാതെ അനുസരണമുള്ളവനായി മാനവ ജാതിയുടെ വിമോചനത്തിനും രക്ഷയ്ക്കും പ്രത്യാശയ്ക്കും സമാധാനത്തിനും സ്നേഹത്തിനും അനുരഞ്ജനത്തിനും കാരണമാകുന്ന ഈ ക്രിസ്തു പിറവി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുജനനം ഒരു സഭയ്ക്കോ ഒരു സമൂഹത്തിനോ ഒരു സമുദായത്തിനോ ഒരു പ്രത്യേകതരം ആളുകൾക്കോ വേണ്ടിയുള്ളതായിരുന്നില്ല. മാനവജാതിക്ക് അവരുടെ വിമോചനത്തിനായിട്ടാണ് ക്രിസ്തുവിൻ്റെ പിറവി സംജാതമാകുന്നത്. മുറിവേറ്റവരെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെയും കീഴാളന്മാരെയും സമൂഹത്തിൻ്റെ ഉന്നത അനുഭവങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ക്രിസ്തുവിൻ്റെ ഈ തിരുപ്പിറവി മുഖാന്തരമാകുകയാണ്. അതിർവരമ്പുകൾക്കപ്പുറമായ മാനവ സാഹോദര്യത്തിലേക്കും വിശ്വസ്നേഹത്തിലേക്കും ഈ ക്രിസ്തു പിറവി നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. ജാതി മത വർണ്ണ വർഗ വിവേചനക്കപ്പുറമായി യേശു ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു വലിയ ആത്മചൈതന്യത്തിലേക്ക് ഈ ക്രിസ്തു പിറവി നമ്മെ വഴി നടത്തുകയാണ്. നാം വളരെ ആഘോഷങ്ങളോടെ ആർഭാടങ്ങളോടെ ഈ ക്രിസ്തു പിറവിയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് ചുറ്റും വേദനിക്കുന്നവരെയും നൊമ്പരപ്പെടുന്നവരെയും ഒരിറ്റ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെയും ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തു പിറവി ധന്യമാകുകയാണ്. ക്രിസ്തുവിൻ്റെ മക്കളാകുന്ന ഞാനും നിങ്ങളും സമൂഹത്തിൻ്റെ കെട്ടുപണിക്കായി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഈ ക്രിസ്തു പിറവി മുഖാന്തരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ നിങ്ങളുടെ മനോജ്.